എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിവിടെ ഗോവയിലാണ് ഉള്ളത്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 2 മണി ആകുമ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് 2 മണി ആയിട്ടുണ്ടാവും ഏകദേശം. അങ്ങനെ കമ്പനി ഇതാണ് കമ്പനി, മെഡിസിൻ കമ്പനിയാണ്. അപ്പോൾ ഇവിടെ രാത്രി അൺലോഡിങ് ഇല്ല. ഇപ്പോൾ 10 മണിയാകുമ്പോൾ അൺലോഡിങ് ആണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞ് നമ്മൾ ബില്ല് കൊടുക്കാൻ വേണ്ടി അനിലേട്ടൻ അവിടെ പോയിട്ടുണ്ട്. ഓഫീസിൽ ആ കാണുന്നതാണ് അവിടെ ഗേറ്റിൽ അവരുടെ സെക്യൂരിറ്റീൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെയാണ് ബില്ലൊക്കെ കൊടുക്കേണ്ടത്. അപ്പം വണ്ടി ഇവിടെ വെച്ച് നമ്മൾ ഉറങ്ങിയത് ഇതാ. അപ്പോൾ അനിലേട്ടൻ വരുന്നുണ്ട് ബില്ലൊക്കെ കൊടുത്തിട്ട്. എന്താ വിശേഷങ്ങൾ അവിടെ? കുറേ സമയമായി പോയിട്ട്. അപ്പോൾ എന്താ നമുക്ക് ചോദിക്കാം മൂപ്പരോട് തന്നെ. ബില്ലും കൊണ്ട് പോയിട്ട് ഫോൺ എടുക്കാൻ പറ്റൂല ഇതിൻ്റെ അകത്ത്. അതാ ഏറ്റവും വലിയ പ്രശ്നം. ഫോൺ ഗേറ്റിൽ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. എന്താ ഇത്ര സമയമായത്? ഇത്രയാ? കൊറേ സമയമല്ല. എന്താ പറഞ്ഞവര്? എത്ര മണിക്ക്? എത്ര സമയം? മറ്റേ ഇറക്കല കൊടുത്തിന് 10 മണിക്ക് ഇറക്കാന്ന് പറഞ്ഞ. അപ്പൊ ഇനി അതിന്റെ പരിപാടി നോക്കാം എന്നാല് അല്ലേ? ഓക്കെ. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് രാത്രി. കമ്പനീന്റെ പുറത്തന്നെ പാർക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഇവരെ കമ്പനീന്റെ വെള്ളം നിറക്കുന്ന, അതായത് കുടിക്കുന്ന വെള്ളം കൊണ്ടുവന്ന് ടാങ്കിലേക്ക് നിറക്കുന്ന വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകാണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇത് ലാലൻഡിന്റെ പഴയ ഒരു വണ്ടിയാ. കോൺസാ മോഡലേ വൈ? കോൺസാ മോഡലേ? 2011 വണ്ടിയാ. വെള്ളത്തിന്റെ ടാങ്കർ. ഞാൻ വിചാരിച്ചു ഡബിൾ ക്ലച്ച് വണ്ടിയാന്ന് വിചാരിച്ചു, പഴയ മോഡല്. പക്ഷെ അതൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോ നല്ല കൂളിംഗ് ഉണ്ട്. ഇവിടെ വന്ന വണ്ടികളാ കംപ്ലീറ്റ് ഇവിടുത്തെ വർക്കേഴ്സിന്റെ, ഓഫീസ് വർക്കേഴ്സിന്റെയും മറ്റേ ലേബർ വർക്കേഴ്സിന്റെ ഒക്കെ വണ്ടികളാണ്. കാറും സ്കൂട്ടറിലായിട്ടുള്ള. आपका नाम क्या है? मोहम्मद. किधर है जगह? कर्नाटक. ओ कर्नाटक. किधर? हुबली. हुबली. अच्छा. पहला लाइन का ही गाड़ी था पूरा. हाँ. अभी छोड़ दिया. लाइन का गाड़ी था पहले? हाँ. कौन सा लाइन में था? मुंबई कोचिन. ओ मुंबई कोचिन. क्यों छोड़ दिया? अरे वो बारिश जोर था इसके लिए. हाँ. അതായത് ഇവിടെ മുംബൈ കൊച്ചിയിലേക്ക് നമ്മൾ ഹോട്ടലിലെത്തി. ഓക്കെ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് വടാപ്പാവാണ്. അപ്പൊ അതിൻ്റെ കൂടെ എന്തോ കറിയുണ്ട്. അപ്പൊ നമുക്ക് കുടിക്കേണ്ട വെള്ളം ഇത് ഇവര് വാട്ടർ സപ്ലൈന്റെ വണ്ടിയിൽ നിന്ന് ഇവര് ഇവിടുത്തെ വാട്ടർ കുടിക്കേണ്ട വെള്ളമാണ്. അപ്പോൾ അവിടത്തേക്ക് വെള്ളം കൊണ്ടപ്പോൾ നമുക്ക് വെള്ളം തന്നിട്ടുണ്ട് 2 പേരിൽ, അതായത് 2 ഇത് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൻ്റെ സംഭവങ്ങളാണ് ഇത്. എല്ലാം ഉണ്ട്. ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ടില്ല പരിപാടി. സ്റ്റവും എല്ലാ സാധനങ്ങളും റെഡി ഉണ്ട്. ഇതാ ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഇനി അത്യാവശ്യം വേണ്ട പച്ചമുളക്, തക്കാളിയിലും മാങ്ങ വേണ്ടു. ബാക്കിയെല്ലാം റെഡിയുണ്ട്. ഇനിയിപ്പം കുക്കിംഗ് സ്റ്റാർട്ടാക്കണം. അപ്പം നമ്മൾ ലോഡ് ഇറക്കേണ്ടത് അവിടെ അല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് ഗോഡൌണിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഗോഡൌണിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് 4-4.5 കിലോമീറ്റർ പോകാണ്ട്. എങ്ങോട്ട് പോകും നമ്മൾ? നേരെ ലെഫ്റ്റ് എയർപോർട്ട് റോഡിലേക്ക് പോകണം നമുക്ക്. അപ്പോൾ ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അടുത്തേക്ക്. അപ്പോൾ അവിടത്തേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങി നമ്മൾ. ഇതൊക്കെ സിമെന്റ്സ് എന്ന് പറഞ്ഞ കമ്പനീന്റെ
കമ്പനി ഫാക്ടറി എന്ത് സിമെന്റ്സിന്റെ എന്തുണ്ടാക്കുന്ന അറിയില്ല. സിമെന്റ്സിന്റെ ഫാക്ടറികളാണ് കംപ്ലീറ്റ് ഇവിടെ. ഇതിന്റെ പുറകിലാണ് നമ്മൾ വന്ന ആ ഒരു ഫാക്ടറി മെഡിസിൻ ഉണ്ടാക്കുന്നത്. ഇത് കംപ്ലീറ്റ് സിമെന്റ്സാ ഇവിടുന്ന് അവിടെ വരെ, ആ ജംഗ്ഷൻ വരെ. ആ അതെ. ഇപ്പൊ രാവിലെ ഇപ്പൊ മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത മഴയും സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ വന്ന കമ്പനി ഏകദേശം ഇതിന്റെ ബാക്കിലായിട്ട് വരുന്ന. അപ്പൊ നമുക്കിനി ഇവിടുന്ന് റൈറ്റാ നമ്മളിപ്പം പനാജി ഭാഗത്തേക്ക് പോകുന്നത്. ലെഫ്റ്റ് മഡ്ഗാവിലേക്ക്, റൈറ്റ് പനാജി. നമുക്കിപ്പോ റൈറ്റ് പോകണം. അപ്പൊ സിഗ്നൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോകേണ്ടത് അടുത്ത സിഗ്നലിന് ലെഫ്റ്റ് അല്ലേ. ഒരു കാറുണ്ട്. ഓക്കെ പോവാം. ഗോവ ഞാൻ ആദ്യമായിട്ടാണ് ഗോവയിൽ വരുന്നത്. അപ്പൊ നമ്മള് ലെഫ്റ്റ് പോണല്ലേ. ഫ്രീ ലെഫ്റ്റ് അല്ലേ. ഓക്കെ. ഇവിടെ അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കുണ്ട്. സമയത്തിനായി ഇപ്പം 10 മണിയാ. ഓ 11 മണിയല്ലേ. ഡബോലിം എയർപോർട്ട് 10 കിലോമീറ്റർ. ഇവിടുന്ന് ഡബോലിം എയർപോർട്ടിലേക്ക്, വാസ്കോഡ ഗാമയിലേക്ക് 15, മർമുഗാവ് പോർട്ട് 16 കിലോമീറ്റർ. എന്തോ നമ്മൾ വാസ്കോഡ ഗാമന്റെ അവിടത്തേക്കാ ഇറങ്ങിയ സ്ഥലം അല്ലേ. നമ്മള് വാസ്കോഡ ഗാമന്റെ ആ തീരത്തേക്കാ പോകുന്നത്, ആ ഭാഗത്തേക്കായിട്ട്. ഇവിടെ മലകളൊക്കെ ഉള്ള ഏരിയ ആണല്ലേ ഈ ഗോവ. കമ്പനികളല്ലേ. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇറക്കേണ്ട ഗോഡൌൺ ഏകദേശം എത്താനായിട്ട് 1 കിലോമീറ്ററേ ഉള്ളൂ. അവര് പറഞ്ഞ പ്രകാരം സേഫ് എക്സ്പ്രസ് ഇതിവിടെ ഉണ്ട്. ഇവിടുന്ന് ലെഫ്റ്റല്ലേ പറഞ്ഞല്ലേ. ഈ പമ്പിന്റെ അടുത്ത് ഓപ്പോസിറ്റല്ലേ പറഞ്ഞേ. വർമ്മ ലോജിസ്റ്റിക്. നമുക്ക് ഇറക്കേണ്ട വർമ്മ സാർ ഇന്ത്യ ലോജിസ്റ്റിക് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനി ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ വണ്ടികൾ കാണുന്നുണ്ട്. മിക്കവാറും ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒരു വേറെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു, നമ്മൾ കരുതിയെന്ന് വെച്ചാൽ വേഗം ഇറക്കി പോകാമെന്നാണ് കരുതിയത്. ഇതിപ്പം എന്താ അവസ്ഥ എന്നല്ല. ഇതൊരു ഗോഡൗണാ ലോജിസ്റ്റിക്സിന്റെ. അപ്പോൾ അവരിവിടെ ചിലപ്പോൾ റെന്റിന് സ്പേസ് എടുത്തിട്ടുണ്ടാവും. കുറേ വണ്ടികളുണ്ട് ഇവിടെ. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അല്ലാത്ത പേപ്പറും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് പോകണം. ഇതിന്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് പുതുതായിട്ട് പണിയെടുപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. ബിൽഡിങ്ങുകൾക്ക് കാണുമ്പോൾ ഗോഡൌണ്. പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ഓരോ കമ്പനി ഓരോ സ്പേസ് വാങ്ങി വെച്ചിട്ട് നിന്നത്. അല്ലട്ട് അത് നടന്നു പോകുന്നുണ്ട്. പല കമ്പനികളിലുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. നമ്മളത് വേഗം ആയാൽ മതിയായിരുന്നു. ഇവിടെ ഇതാ റോഡിന് വേണ്ടി നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓ കോൺക്രീറ്റ് കണ്ട ആ മെഷീനിൽ അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ആ ലെവലിങ് ചെയ്യുന്നവർ നല്ല സെറ്റ് ചെയ്യുന്നത്, കോൺക്രീറ്റ് സെറ്റാക്കുന്നത്. അപ്പൊ ഫൈനലി നമ്മള് ലോഡ് അൺലോഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും മിക്കവാറും അത് ബാക്ക് വെച്ച് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡ് ഇറക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ ലോഡ് കയറ്റി കഴിഞ്ഞ ശേഷം നമ്മളെ വണ്ടി ഇവിടെ വെച്ച് കൊടുക്കണം. ഇത് ചെറിയ വണ്ടിയാണ്, പെട്ടെന്നാവും ഒരു ലോഡിങ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലോഡ് ഇറക്കുമെന്ന് വിചാരിക്കുന്നത്.
ഇവിടെ ഒരുപാട് കിയൻ്റെ വണ്ടികൾ അവരെ സ്റ്റോറേജാന്ന് തോന്നുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു സ്പേസ് ഇവർ വാങ്ങിച്ച് ഇതാക്കിയെന്നുണ്ട്. അമുലിൻ്റെ ഗോഡൗണാണ് ഇത് കാണുന്നത്. ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അമുൽ. അവരുടെ ഏതോ സംഭവം തോന്നുന്നത് കാണുമ്പോൾ. ഇവിടെ തെങ്ങ് കണ്ട വളഞ്ഞു പോയിട്ട് ഈ ബിൽഡിംഗ് എടുത്ത ശേഷം തെങ്ങ് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം തെങ്ങൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് പോകാണ്ട് പുറത്തോട്ടേക്ക് ഒരേ രീതിയിൽ ചെരിഞ്ഞ് വളരുന്നുണ്ട്. ചെന്തങ്കാണ് കംപ്ലീറ്റ്. ഇതൊക്കെ കിയൻ്റെ വണ്ടികളാണ് കംപ്ലീറ്റ്. പുതിയ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റോറേജ് ആക്കി കിടക്കുന്നത്. കിയൻ്റെ എല്ലാ മോഡലും ഉണ്ട്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇല്ല വണ്ടിയിൽ. അപ്പം അവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു കട, ഹോട്ടലാണ്. നോക്കുമ്പോൾ അതൊരു കോട്ടയംകാരൻ്റെയാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോൾ നമുക്ക് ആവശ്യമുള്ള തക്കാളി തൽക്കാലം, കാരണം നമ്മൾക്കിപ്പോൾ ഇവിടെ അടുത്ത് കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഒരു കറിക്കുള്ള തക്കാളി പച്ചമുളക് വാങ്ങിയിട്ടുണ്ട് പുള്ളിനോട്. പൈസ ഒന്നും വാങ്ങിച്ചില്ല. പുള്ളി കോട്ടയംകാരനാണ്. കോട്ടയമല്ല, തൊടുപുഴ, ഇടുക്കിയിൽ. അപ്പോൾ പുള്ളി കണ്ണൂരൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞു. ഇരിട്ടി ഭാഗത്തൊക്കെ കുറേ ഫ്രണ്ട്സ് ഇവിടെ കുറേ കണ്ണൂർക്കാരുണ്ടെന്ന് പറഞ്ഞ് ഈ ഭാഗത്ത്. അപ്പോൾ അവരുടെ കൂടെ അവരുടെ വീട്ടിലൊക്കെ വരുമ്പോൾ കണ്ണൂരൊക്കെ വരാറുണ്ട്. ഇരിട്ടി ഭാഗത്ത് വരുന്നത്, ടൗണിൽ സിനിമ കാണാൻ വരാറുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് വീഡിയോയിൽ വരാൻ വേണ്ടി താല്പര്യമില്ല, അതുകൊണ്ട് കാണിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങനത്തെ പേര് പറഞ്ഞു. തൊടുപുഴയിലെ. അപ്പോൾ ഇനി നമ്മളെ കറി ഉണ്ടാക്കൽ അടുത്ത പണി. അപ്പോൾ ഇവിടെ ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലറ്റ് ചെരിഞ്ഞിട്ടുണ്ട് ഒന്നിനെണ്ണം. പാലറ്റ് ചെരിഞ്ഞതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. പ്രഥമ പാലറ്റിനെ നല്ലോണം ചെരിഞ്ഞുകൊണ്ട് അതൊന്ന് ഉയർത്തിയെടുക്കണം വീഴാതെ. അപ്പം അതിൻ്റെ പ്രവർത്തനത്തിലുള്ള അത് അവർ പിടിച്ചിട്ട് ഒന്ന് ഒപ്പിച്ചിട്ട് അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത പാലറ്റും ഏകദേശം അതുപോലെ തന്നെ ചെരിഞ്ഞിട്ടുണ്ട്. അതും എങ്ങനെയെങ്കിലും നല്ല സൈഡിൽ പിടിച്ചിട്ടുള്ള എടുത്ത് കൊണ്ട് പുറത്തേക്ക് പോകണം. അപ്പോൾ അതും സൈഡിൽ നിന്ന് ചെരിച്ച് എടുത്തുകൊണ്ട് അതും നേരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതും നേരെയാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഓ വീഴാൻ പോകുന്ന പോലെ തോന്നി. പാലറ്റൊന്ന് ചെരിഞ്ഞുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഒരു 4 പാലറ്റും കൂടി ഇനി ബാക്കിയുള്ളൂ. അതും കൂടിയായാൽ നമ്മുടെ അൺലോഡിങ് പരിപാടി വിജയകരമാകും. അങ്ങനെ ലാസ്റ്റിലെ പാലറ്റും കൂടി എടുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റത്തെ പാലറ്റും കൂടി പോയി നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി അൺലോഡായി, ഫുൾ കാലിയായി. ഇനിയിപ്പം ഇവിടുന്ന് റിസീവ്ഡ് വാങ്ങണം. പേപ്പർ വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അടുത്ത ലോഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ വണ്ടി അൺലോഡ് ചെയ്ത് ഇവിടെ ഒരു പാർക്കിങ്ങിൽ വന്ന് വണ്ടി വെച്ചിട്ടാണുള്ളത്. അടുത്തൊരു ലോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ശരിയാവുമെന്ന് വിചാരിക്കാം. ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് പുറത്തിറങ്ങി കുക്കിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ പുറത്ത് മഴയുണ്ട്. ഇതിൻ്റെ കിച്ചൺ ബോക്സ് പുറകിലായതുകൊണ്ട് ഇവിടെ ഒരുപാട് വണ്ടികൾ ലോഡ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ലോഡിന് പോകണോ ഭക്ഷണം വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഹൈദരാബാദിലേക്ക് ലോഡ് റെഡിയാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടേങ്കി, എന്താ സ്ഥലത്തിന്റെ പേര്, കൊണ്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്ന ഹൈദരാബാദിലേക്ക് ലോഡ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഗോവ സൈഡിലേക്ക് അല്ലേ, വാസ്കോ ഭാഗത്തേക്കല്ലേ നമ്മൾ പോകുന്നത്? കോണ്ടയം ഭാഗത്തേക്ക്. അപ്പൊ നമ്മളിങ്ങനെ ചെറിയ തരം മഴയുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു 10-29 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കോണ്ടയം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗോവന്റെ സ്പെഷ്യൽ ഒരു പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്.
ഒരു ബ്യൂട്ടി പാലം. അങ്ങനെ കടലല്ല, ഇത് പുഴന്റെ ഇതാ ഭാഗം അല്ലേ? ആ, കടലിന്റെ സൈഡ് ഇത് അഴിമുഖല്ലേ? ആഹാ, സൂപ്പറായ ഒരു പാലത്തിന്റെ. ഇത് ഹാങ്ങിങ് ബ്രിഡ്ജാ? മറ്റേതല്ലേ അടുത്തത്? ഇതല്ല, അപ്പുറത്തത് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നാ പറഞ്ഞത്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോ. ആ ഒരു പാലത്തിന്റെ അവരിത് കാണുമ്പോ. ഇനിയിപ്പോ നമ്മൾ പോകുന്ന ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാ പോവാ. അങ്ങ് റോഡുകളുണ്ടാ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന രീതിയിൽ. ആഹാ, അടിപൊളി. ഇതാണ് നമ്മൾ ഗുജറാത്ത് പോകുമ്പോ ഇതുപോലത്തെ ഒരു പാലം കണ്ടിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റോഡ് വന്നിട്ട് ഇവിടെ ജോയിന്റ് ആകുന്നുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. എത്ര? 20 റോപ്പുണ്ട്. 10 അങ്ങനെ 40 റോപ്പ് ഒരു പാലത്തിനല്ലേ? ഒരു സൈഡിലേക്ക് വലിക്കുന്നത് 10, പിന്നെ ഒരു സൈഡിൽ അതിന്റെ മറു സൈഡിലേക്ക് 10, അങ്ങനെ 20. അടിപൊളി. 3 പില്ലറുള്ളേ? ഒരു സെറ്റിന് 40 ഇതാ. ഓക്കെ, അപ്പൊ 3 അല്ല 4 ഇല്ലേ ടോട്ടല്? 4. 16 160 റോപ്പുണ്ടല്ലേ? നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാ ഇറങ്ങണ്ടുണ്ടോ? ഇറങ്ങണം അല്ലേ? ഓക്കെ, വെച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, ഗോവന്റെ വീതികളിലേക്ക് കൂടി നമ്മളിങ്ങനെ പോകുന്ന പഞ്ചിം ഭാഗത്തേക്ക് പോകുന്ന നമ്മൾ ആ പാലത്തിന്റെ അടുത്ത് എക്സിറ്റ് എടുത്ത് നോക്കുമ്പോ അവിടെ ഇത് പറ്റിയില്ല. എന്ത് പിന്നെ വീതിയില്ലാത്ത ചെറിയ റോഡായതുകൊണ്ട് അതുകൊണ്ട് നമ്മള് വലിയ റോഡിലേക്ക് തന്നെ തിരിച്ചു കയറിയിട്ട് ഇതുവഴി തന്നെ പോവാൻ നിൽക്കാം. ബൈക്കുകാരൊക്കെ നിരന്ന് മൂത്രയിക്കുന്നുണ്ട്. മത്സരം. ഓ, ട്രക്കിന് 80 സ്പീഡുണ്ട് ഇവിടെ. ഗോവ വെൽഹ, അത് റൈറ്റിലേക്ക് പോകണം. പഞ്ചിമിലേക്ക് നേരെ പോകണം. ഒരു ഫ്ലൈ ഓവർ നേരെ മുന്നിൽ കാണുന്ന. ഗോവൻ കാറുകൾ ഇങ്ങനെ പറക്കുക. ഫ്ലൈ ഓവറിന്റെ മുകളിലെത്തിയിട്ട് നമ്മളിപ്പോ പുറത്തെ ബ്യൂട്ടി കാണിച്ചില്ല. നല്ല ബ്യൂട്ടി ഉണ്ട് പുറത്ത്. പാലവും ഗോവയിലെ സ്റ്റേഡിയം തോന്നുന്നു കാണുമ്പോ. അതെ, ഫ്ലഡ് ലൈറ്റിലുണ്ട്. ഏത് സ്റ്റേഡിയം ഒന്നും അറിയില്ലേ? ക്രിക്കറ്റ് ഒക്കെ നടക്കുന്ന സ്റ്റേഡിയമോ? പനാജി 7 കിലോമീറ്റർ, രത്നഗിരി 234, മുംബൈ 580. ഓൾഡ് ഗോവ നേര, പോണ്ടയിലേക്കെല്ലാം പോണ്ട നേര. alternate route to Old Goa and Ponda. നല്ല ബ്യൂട്ടി പ്ലേസ് ആണല്ലേ ഗോവ. ആ രീതി തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതിന് കാഴ്ചകള് ഷിപ്പ്, ഡാൻസ് ബാർ, സീ ഫുഡ് ഇതെല്ലാം കളിക്കുന്ന ഒരു പാലം കാണുന്നുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പഴയ പാലം, ആ പള്ളീന്റെ ലെഫ്റ്റ് സൈഡ്.
നമുക്കെങ്ങനെ പോണ്ടേ? ഓൾഡ് ഗോവ ലെഫ്റ്റ്, സഖലിം നേരെ, കർമാലി റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ്. പോണ്ട വഴി കമ്പനീന്റെ ഉള്ളിലേക്ക് കിടന്നിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് പോകാനാ പറയുന്നത്. വണ്ടികളൊക്കെ ലോഡിങ്ങിനും വെച്ചിട്ടുണ്ട്, കുറച്ച് വണ്ടി പുറത്തും വെച്ചിട്ടുണ്ട്. സ്ക്രാപ്പ് കമ്പനി അല്ല ഇത്. നമ്മൾ ലോഡിംഗ് ലൊക്കേഷനിലേക്ക് പോവാന്ന്. ഇത് SRCന്റെ ലോജിസ്റ്റിക്സ്. നമുക്കൊരു ലോഡ് ചെയ്താൽ കമ്പനി നാളെ തന്നിട്ടുണ്ട് ഗൈഡിനെ. सिक्योरिटी है? हाँ सिक्योरिटी है, हॉर्न मारेंगे। ओ इधर दुकान भी है? हाँ यही जगह। അല്ല നമ്മൾ ചെരിയുമ്പോ അങ്ങോട്ടേക്ക് വലത്തോട്ട് അങ്ങനെ ലോഡ് കയറ്റുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിലേക്കാണ് വന്നത്. അവരെ ഗോഡൌണിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഗോഡൌണിലേക്ക് വന്ന് ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ അന്യായ ലൊക്കേഷനാണ്, ഒരു രക്ഷയില്ല. ചെറിയ മഴയുണ്ട്, എന്നിരുന്നാലും ഈ ലൊക്കേഷൻ വീഡിയോയിൽ പകർത്താണ്ടെടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ്. ഏതോ ഒരു കുന്നിന്റെ മുകളിലാണെന്ന് തോന്നി ഈ ഗോഡൌണൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. സൂപ്പർ ലൊക്കേഷനാ. ഇവിടുന്ന് ഇവർ ഇത് എന്താണെന്നറിയില്ല, അടുത്ത് ഘടക പൊട്ടി വീണതാണെന്നു. ഗോവന്റെ ഒരു സൈഡ് മൊത്തം കാണാൻ പറ്റുന്നല്ലേ. പുഴയൊക്കെ അതാ പോകുന്നുണ്ട്. ഇതാ പുഴയൊക്കെ അതാ. നല്ല മഴക്കാറും കോളും എല്ലാം ഉണ്ട്. പോണ്ട അല്ല കൊണ്ടായ കുണ്ടുവായി അങ്ങനത്തെ സ്ഥലത്തിന്റെ പേര്. അവിടുത്തെ പോണ്ടക്കടുത്ത സ്ഥലം തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ കൊണ്ട് ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. അന്യായ ലൊക്കേഷൻ കേട്ടാ. വണ്ടർഫുൾ അതെ, അനിലേട്ടന്റെ വണ്ടർഫുൾ. തലം കെട്ടി നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടിയിൽ നോക്കി, അപ്പോഴത്തേക്ക് മഴ വന്നിട്ട് ആകെ മൊത്തം കൊളായി. അനിലേട്ടന്റെ വകി എടുക്കുന്നുണ്ട് വീഡിയോ. ഇവിടെ പോസ്റ്റായി എന്ന് പറയാം. രാവിലെ ഇവിടെ ഏകദേശം നമ്മൾ 11:30 ആ സമയത്ത് 12 മണി സമയത്താണ് വണ്ടി കൊണ്ടുവച്ച്. അപ്പം ലോഡ് കയറ്റി പകുതിയായ സമയത്ത് അവർ പറയുന്നത് ബോക്സിന്റെ എണ്ണത്തിൽ ഈ വണ്ടീൻ്റെ ഹൈറ്റ് ചെറിയൊരു 1 അടി കുറവാണ്. 8.5 അടിയാണ് ഈ വണ്ടീൻ്റെ ഹൈറ്റ് ഉള്ളത്. നമ്മളെ മറ്റേ വണ്ടിക്ക് 9.5 അടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഇവർക്ക് ബോക്സുകൾ വിചാരിച്ച പോലെ കയറ്റാൻ പറ്റൂല എന്നിട്ട് അങ്ങനെ ഇവരെന്ത് ചെയ്ത് ലോഡ് ഇറക്കി. അങ്ങനെ വേറെ ലോഡ് കയറ്റാന്നെല്ലാം പറഞ്ഞ് പിന്നെ മാറ്റി വെച്ച് അങ്ങനെ ഇപ്പം അവസാനം ആ ലോഡ് തന്നെ തിരിച്ച് കയറ്റിയാണ്. അപ്പം ലേറ്റായി. ഇപ്പം തന്നെ 7 മണി കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇരുടാവാൻ തുടങ്ങിയതാ. അപ്പോൾ സ്ഥലം ലൊക്കേഷൻ മാറ്റി. ലൊക്കേഷൻ ആദ്യം ഹൈദരാബാദിൻ്റെ മെഡിച്ചാലാന്ന് ഇറക്കാനുണ്ടായത്. ഇപ്പം അത് മാറ്റിയിട്ട് കൊത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഹൈദരാബാദ് നമ്മുടെ റിംഗ് റോഡ് എത്തണ്ട. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ ഏകദേശം 40 കിലോമീറ്റർ ഇപ്പുറമാണ്. ഇവിടെയൊക്കെ ലൈറ്റുകൾ വരാൻ തുടങ്ങി. നമ്മുടെ ഗോവയിലെ ഓരോ റോഡാന്ന് തോന്നുന്നു, അങ്ങ് കാണുന്നുണ്ട് ലൈറ്റിങ് ഇങ്ങനെ. പക്ഷെ ഇതിൽ ക്യാമറയിൽ ശരിക്കും കാണുന്നുണ്ടോന്ന് അറിയില്ല. ലൈറ്റുകൾ കുറച്ചും കൂടി ഇരുടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ചിലപ്പോൾ എനിക്കൊന്ന് നല്ല ലൈറ്റുകൾ വരും തോന്നുന്നുണ്ട്. ലോഡ് ഇറക്കാണ്ട് തിരിച്ചു വെച്ചപ്പോൾ ഇതുപോലെ വണ്ടി നേരത്തെ നമ്മുടെ വണ്ടി കൂടെ വെച്ചു. അപ്പം ലോഡ് കയറ്റാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നും
ഗോവയിൽ തന്നെ ഒരു രാത്രി കിടന്നുറങ്ങേണ്ട വരുമെന്ന് വിചാരിച്ചു. ഇന്നലെ വന്നിട്ട് ഉറങ്ങി. ആദ്യമായിട്ട് ഗോവയിലൊരു രാത്രി ഉറങ്ങേണ്ട വന്ന്. ഇനി ഇന്നും ഉറങ്ങേണ്ട വരുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ഭായി ക്യാ ഹോ ഗയാ ഖത്തം ഹോ ഗയാ നാ അഭി ബിൽ. അപ്പോൾ നമ്മുടെ ലോഡായിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിനി ബില്ല് കിട്ടിയാൽ ഭാഗ്യം. ബില്ല് കിട്ടിയിട്ടെങ്കിൽ വേഗം പോകാം. ഇല്ലെങ്കിൽ ഇന്നും ഗോവയിൽ ഉറങ്ങേണ്ടി വരും. ഒരു രാത്രിയും കൂടി ഗോവയിൽ തങ്ങേണ്ടി വരും. അപ്പോൾ ലോഡായിട്ടുണ്ട് ഫുള്ളായിട്ട്. 1 2 3 4 5 അങ്ങനെ 5 അട്ടി 25 എണ്ണം ഒരു ലൈനിൽ കറക്റ്റാണ് വണ്ടിക്ക്. അപ്പോൾ ബെൽറ്റിലിട്ട് മൊത്തം സെക്യൂർ ചെയ്ത് ഇനി ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബില്ല് കിട്ടിയാൽ ബൈ ബൈ ഗോവ ആക്കാം. അപ്പം നേരെ ഇങ്ങനെ ഇരുട്ടി വരെയെന്ന് അങ്ങതാ ഗോവയിലെ രാത്രികളിൽ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ ഗോവൻ. അതൊക്കെ ഏതൊരു ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ട് അങ്ങ്. അപ്പം ഇന്ന് നമ്മൾ ഗോവയോട് വിട പറയുന്നതായിരിക്കും മിക്കവാറും. അപ്പം ബില്ല് കിട്ടുന്നവരെ ഫുഡ് ഉണ്ടാക്കാന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മളിതാ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊരു ബിരിയാണി എന്ന് പറയാം. ഉള്ളി ബിരിയാണി. ഒരു ഉള്ളി ബിരിയാണി എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് നായി എത്തിയിട്ടുണ്ട്. ഇതാ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നായി എത്തി. എങ്ങനെയാണ് സ്മെല്ലടിച്ചതെന്നറിയില്ല. അപ്പോൾ നമ്മളെ മൊത്തം സെറ്റിങ് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുറേ നാളെ വെക്കാത്ത. അതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് എല്ലാം പരിധി പിടിച്ചെടുത്തിട്ട് ഇതാക്കണം. അപ്പോൾ കുക്കറിലിട്ടിട്ട് പരിപ്പ്, ഉരുളക്കിഴങ്ങ്, പിന്നെ അരി. എന്താ അത്? ബിരിയാണി അല്ലേ? ആ തേവ് 2 ഗ്ലാസ് ഉണ്ടെങ്കിൽ അല്ല 1 ഗ്ലാസ് തന്നെ മതിയല്ലേ? മതിയാവും ഇന്ന് കഴിക്കണം. അപ്പോൾ നമ്മളതിൻ്റെ പരിപാടികൾ നോക്കട്ടെ. അപ്പം നമ്മളെ ഉള്ളി ബിരിയാണി കാണുന്നുണ്ടോ? ഇങ്ങോട്ട് കാണിച്ചിട്ട് കാണുന്നുണ്ടല്ലേ? ഉള്ളി ബിരിയാണീൻ്റെ മസാലകൾ വരുന്നുണ്ട്. ബാക്കി മസാലകൾ ചേർക്കട്ടെ. നമ്മളാ ചെറിയ സ്പൂൺ ഇത് മറ്റേ പാട്ടല് ഇതിലുണ്ടോ? ഇപ്പുറം ഇത് മല്ലിപ്പൊടി അല്ലേ? മല്ലിപ്പൊടി. ചിക്കൻ മസാല. മാഗി മസാല വേണ്ട, മസാല കൂടുതൽ ആക്കണം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇട്ടൊന്ന് പൊട്ടിപ്പിക്കുകയാണ്. മസാല ഒന്ന് ഇറക്കി പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം വേണം. വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം വെക്കാം. വലിയ അരി അല്ലേ? 1.25 വെക്കാം. നമ്മുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുതി എടുക്കണല്ലേ? ഓഫീസെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കണം. അരിക്ക് ഉപ്പിടാം. അരി വിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തിട്ടേ നമുക്ക് ഉപ്പ് നോക്കിയിട്ടേ നമുക്ക് കൂടി വെക്കാം. ഇത് സ്പെഷ്യൽ ഡിഷാണ്.
കാസർഗോഡും കണ്ണൂരും മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് ഉപ്പ് നിങ്ങൾക്ക് കുറവാണ് അത് പ്രശ്നം അത്യാവശ്യം അത്യാവശ്യം. സ്പൂൺ ഇടും. ഉപ്പിൽ സ്പൂൺ ഇട്ട് വെച്ചാൽ പണി കിട്ടും. ഉണ്ട് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ആക്കേണ്ടി വരും. വിസിൽ വിസിലിടാ ഇവിടുന്ന് എയർ വന്നിട്ട് അങ്ങനെ വിസിൽ കൊടുക്കാം. ഓക്കെ, അവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവർക്കെല്ലാം എവിടുന്നാകുമ്പോൾ വിവരം കിട്ടിയ വേഗം വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. നോക്കിയാണ് പറയുന്നത്, നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഇവരുടെ എത്തിയെന്ന്. നമ്മൾ പാത്രം എടുത്ത് പുറത്തോക്കുമ്പോൾ തന്നെ മൂപ്പർക്ക് മനസ്സിലായി ഇത് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇതാ അനിലായിട്ട് ഇതാ തുളൂലാന്ന് അതിനോട് പറയാം. അത് തുളു പറയല്ലേ? ആ, ഇവിടുത്തെ തുളു സംസാരിക്കുന്നുണ്ട്. മംഗലല്ലേ? ആ, അനിലായിട്ട് തുളു അറിയാം, കന്നഡ അറിയാം, അങ്ങനത്തെ കുറെ ഭാഷ അറിയുന്നുണ്ട്. അതിന് തുളുവിലാന്ന് അതിനോട് പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബില്ലെല്ലാം കിട്ടി. ഇനി നമ്മുടെ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോവാ. അപ്പൊ ഇങ്ങനെ റെഡിയല്ലേ? അപ്പൊ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഭക്ഷണം കഴിക്കേണ്ട പ്ലേറ്റും കാര്യവും അച്ചാറെല്ലാം ഇവിടെ. അങ്ങനെ നമ്മൾ വണ്ടി ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്ത് നേരെ പുറത്തേക്ക്. അപ്പൊ ഗേറ്റിലെ സെക്യൂരിറ്റി റെഡി ആയിട്ടുണ്ട് ബില്ല് വെക്കാൻ വേണ്ടി, നമ്മൾ പുറത്തേക്ക് വിടാൻ വേണ്ടിട്ട്. അപ്പൊ എന്നിട്ട് ബില്ലൊക്കെ എടുത്ത് കാണിച്ച് സെക്യൂരിറ്റിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഒന്നും നോക്കി ചിലപ്പോ നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ആ വണ്ടി നമ്പറും അത് നോക്കൂല എത്ര. അപ്പൊ ഓക്കെ, നമ്മൾ പുറത്തേക്ക് പോവുകയാന്ന്. അപ്പൊ അതിനായിട്ട് നമ്മളെ ബിരിയാണിന്റെ ദമ്മ് പൊട്ടിക്കുന്നു. എന്താ അവസ്ഥ? നമ്മളെ ബിരിയാണി ഉള്ളി ബിരിയാണി ഇങ്ങനെ ആയിട്ടുണ്ട്. മിക്സ് ആയിക്കോ. എന്താ ടേസ്റ്റ് എന്നെല്ലാം കണ്ടറിയേണ്ടി വരും. ഇട്ടോ അല്ലിട്ടോ, നിങ്ങളിതിനെ വശിട്ടോ. ഉരുളക്കിഴങ്ങ് കൊണ്ട് മിക്സ് അതുകൊണ്ട്. ഓക്കെ, ഇത് കുറച്ചിട്ട് മതി. ഓക്കെ, അപ്പൊ നമ്മള് കഴിക്കാന്നല്ലേ? അച്ചാറല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് വണ്ടി വിട്ട് നേരെ മൊല്ലം ഭാഗത്തേക്ക് പോകുന്നു. മൊല്ലത്താന്ന് ബൽഗാവല്ല, ഹുബ്ലി അല്ലേ? ആ, ഹുബ്ലി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ മൊല്ലാന്ന് ഇതിന്റെ ഗോവന്റെ ബോർഡർ ഉള്ളത്. അവിടെ നേരെ ഹുബ്ലി റൈച്ചൂർ വഴിയാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഡ്രൈവിങ്ങിലുള്ള ഞാൻ ഉറങ്ങാൻ പോകുന്ന. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. പകൽ സമയത്തുള്ള വീഡിയോ എടുക്കാം. ഇപ്പൊ രാത്രി ഒന്നും എടുക്കാൻ പറ്റൂല. ഇത് ആദ്യമായിട്ട് നമ്മൾ ഈ വഴി പോകുന്നത്. അപ്പം രാത്രിയുള്ള വിശേഷങ്ങളൊന്നും വീഡിയോയിൽ പകർത്താൻ കഴിയില്ല. എല്ലാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് രാവിലെ. ഓക്കെ, എന്നാൽ ബൈ ബൈ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും.